ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ കുറച്ച് ലൈവായിട്ട് ട്രേഡ് ചെയ്യാം. അതുകൂടാതെ തന്നെ മണി മാനേജ്മെൻറ്റും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ മിക്ക ബിഗിനേഴ്സും മണി മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് അവർ ഫെയിലായി പോകുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ഒറ്റ റീസൺ ആണ്. അവരിപ്പം ഒരു അക്കൗണ്ടിൽ ഒരു 10,000 രൂപ അവർ ഡെപ്പോസിറ്റ് ചെയ്യും. ആ 10,000 രൂപയിൽ അവർ ട്രേഡ് ചെയ്ത് 5,000 രൂപയാക്കിയിട്ട് അവർ ലോസ് ആക്കും. ഓക്കെ, അതായത് അവർ അക്കൗണ്ടിൽ 10,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു 5,000 രൂപ ലോസ് ആക്കും. 1-2 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ പിന്നെ 5,000 രൂപയെ കാണത്തുള്ളൂ. പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ ആ ലോസായ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രേഡ് ചെയ്യും. ലോസായ എമൗണ്ട്, അതായത് 5,000 രൂപ തന്നെ അവർ കിട്ടാൻ വേണ്ടിയിട്ട്, 10,000 രൂപ തന്നെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രേഡ് ചെയ്യും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ 10,000 രൂപയുണ്ട്, അതിൽ 5,000 രൂപ ലോസായി പോയെങ്കിൽ നിങ്ങൾ വീണ്ടും 5,000 രൂപ തന്നെ നിങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. ഇത് ബിഗിനേഴ്സാണ്. പ്രോ ട്രേഡേഴ്സൊക്കെ ചിലപ്പോൾ അത് എന്താ പറയുക, ഒരു ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എമൗണ്ട് വിഡ്രോ ചെയ്യില്ല. പക്ഷേ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്ത് പോവുക. ഓക്കെ, ഇപ്പം നിങ്ങൾ 5,000 രൂപ അക്കൗണ്ടിലുള്ളൂ, 5,000 ലോസ് ആയിപ്പോയി. നിങ്ങൾ അവിടെ ഒരു 1,000 രൂപ നിങ്ങൾ എന്താ പറയുക ട്രേഡ് ചെയ്ത് ഉണ്ടാക്കി. ആ എമൗണ്ട് നിങ്ങളൊരു അപ്പം തന്നെ വിഡ്രോ ചെയ്യുക. ഓക്കെ, ആ ഒരു ദിവസം നിങ്ങൾ 1,000 രൂപ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾ അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യുക. അതുപോലെ തന്നെ പിറ്റേന്ന് നിങ്ങൾ 1,000 രൂപ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയെങ്കിൽ അപ്പം തന്നെ ആ എമൗണ്ട് വിഡ്രോ ചെയ്യുക. നിങ്ങൾ 1,000 രൂപ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും 5,000 തന്നെ നിങ്ങൾ പിടിച്ച് മുന്നോട്ട് ട്രേഡ് ചെയ്ത് പോകരുത്. അപ്പോൾ അങ്ങനെ പോയാൽ നിങ്ങളുടെ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നിങ്ങളിപ്പം ഈ 1,000 രൂപ വെച്ചൊരു 4 ദിവസം, ഒരു 5 ദിവസം നിങ്ങൾ വിഡ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലോസായി പോയ ആ 5,000 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് 1,000 രൂപയും 5,000 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പം ഇട്ട ട്രേഡ് ജസ്റ്റ് ഒരു പ്രൈസ് ആക്ഷൻ നോക്കി ഇട്ടതാണ്. അത് ലോസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കാതെ എടുത്തിട്ടാണ്. ലോസ് ആകുവാണെങ്കിൽ റിക്കവർ ചെയ്യാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും 5,000 രൂപ ലോസായി പോവുകയാണെങ്കിൽ ആ 5,000 രൂപ തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഡെയിലി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അപ്പം തന്നെ വിഡ്രോ ചെയ്ത് ഒരു 5 ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ലോസായ എമൗണ്ട് വിഡ്രോ ആയി. ഓക്കെ, ഇനി നിങ്ങൾ വിഡ്രോ ചെയ്യുന്നില്ല, പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുന്നില്ല, അക്കൗണ്ട് തന്നെ കിടന്നോട്ടെ, ഷോർട്ട് ട്രേഡ് ചെയ്യാൻ പോകണ്ട. ആ ലോസായ എമൗണ്ട് നിങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടി പിന്നീട് ശ്രമിക്കരുത്. ഇങ്ങനെ നിങ്ങൾ റിക്കവർ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു ഏണിങ് സുഖമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു ഏണിങ്, നല്ലൊരു പ്രോഫിറ്റ് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഈ ഒരു മണി മാനേജ്മെൻറ്റ്, ലോസായ എമൗണ്ട് നിങ്ങൾ റിക്കവർ ചെയ്യാതെ ആ ഉള്ള അക്കൗണ്ട് നിങ്ങൾ എത്രയാണോ പ്രോഫിറ്റ് അത് പ്രോഫിറ്റ് വിഡ്രോ ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% വിജയിക്കാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% ഇതിൽ വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, ലോസായ എമൗണ്ട് റിക്കവർ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 10-20 രൂപ ഇട്ടിട്ട് നിങ്ങൾ ലോസായ എമൗണ്ടിൻ്റെ പുറകെ പോവാതെ നിങ്ങൾ പ്രോഫിറ്റ് വിഡ്രോ ചെയ്ത് മാക്സിമം പോകാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു പ്രോഫിറ്റ് കളയാതെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ ഇട്ട ഈ എമൗണ്ട് റിക്കവർ ആയിട്ടുണ്ട്. പക്ഷേ അത് അവിടെ അപ്പാകുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അവരൊരു ഹാമർ ടൈപ്പ് ആയിട്ടുണ്ട്. എങ്കിലും ലോസായ എമൗണ്ട് റിക്കവർ ഞാൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് പ്രൈസ് ആക്ഷൻ നോക്കി മാത്രമാണ്, വേറൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ട്രേഡ് കോൺസെൻട്രേഷൻ ഇല്ലാതെ ചെയ്ത ട്രേഡ് ലോസായി പോയത്. ആ ലോസായ എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ഇത് റിക്കവർ ചെയ്യാൻ, നിങ്ങൾ ബിഗിനേഴ്സ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ഡബിൾ എമൗണ്ട് റിക്കവർ ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ ഒരു 800 രൂപ ലോസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സെയിം എമൗണ്ട് തന്നെ ഇട്ട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഒരിക്കലും ക്യാപിറ്റലിൻ്റെ 10%, 15%, 20% എടുത്ത് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്ത്, നിങ്ങൾ ഓരോ ട്രേഡും നിങ്ങളൊരു 5%, 10% കൂടാനേ പാടില്ല.
നിങ്ങൾ കുറഞ്ഞൊരു 5% ഇട്ട് ട്രേഡ് ചെയ്താൽ മതി, ഓരോ ട്രേഡും ലോസ് ആയാലും വിന്നായാലും. ഓക്കെ ഗേസ്, അപ്പോൾ ഞാൻ ഇവിടെ നിർത്തി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ യൂസ് ആക്കുക. ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ 5000 രൂപ ഉണ്ടെന്ന് വെച്ചോ, 5000 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ 2000 രൂപ ലോസായി പോയി, ബാക്കി നിങ്ങൾക്ക് 3000 രൂപ ഉള്ളൂ. ഓക്കെ, 3000 രൂപ ആയിക്കോട്ടെ. നിങ്ങൾ ബാക്കി ആ 2000 രൂപ നിങ്ങൾ എന്താ പറയുക, റിക്കവർ ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ അന്ന് ഒരു ദിവസം, ഇന്ന് നിങ്ങൾ 1000 രൂപ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ 1000 രൂപ വിഡ്രോ ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ ആ എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകരുത്. പിന്നെ പിറ്റേ നിങ്ങൾ 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുക, വിഡ്രോ ചെയ്യുക. അങ്ങനെ ആ ലോസായ എമൗണ്ട് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.